തൊള്ളിലേക്ക് കൂട്ടിയിട്ട് ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ചക്ക കിട്ടിയിട്ടുണ്ടേനെ. അപ്പോൾ ചക്ക കിട്ടിയ നാത്തൂൻ്റെ കൂടെ നിന്നാണ് കേട്ടോ. ചക്ക വേണമെന്ന് ചോദിച്ചപ്പോൾ മുമ്പും മുമ്പൊന്നും നോക്കാതെ എന്ന് പറയുകയും ചെയ്തു. വന്നപ്പോൾ ഒരു ചെറിയ ചക്ക. അതിൻ്റെ ഇടയ്ക്ക് നിയമോള് അതിൽ സെനുമോനെയും കൊണ്ട് ഇങ്ങനെ നടത്തിക്കാൻ വേണ്ടിച്ചിറങ്ങിയിരിക്കണം കേട്ടോ. അതാണ് ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ചത്. അപ്പോൾ ഒരു ചെറിയ ചക്ക കിട്ടി. അതിൻ്റെ ഒരു പകുതി ഇളച്ചി കൊടുത്തു, ബാക്കിയൊരു പകുതി ഉണ്ട് കേട്ടോ. അതാണെങ്കിൽ ചക്കയും കുരും ചക്കച്ചോളൊക്കെ പറ്റ ചെറുത് കേട്ടോ. നല്ല പണിയെടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറച്ച് സമയം ഇന്നലെ മുറിച്ച് വെച്ചിങ്ങനെ കേട്ടോ. അപ്പം ഇന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാഞ്ഞാൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ പഴുത്തിട്ടുമില്ല. പഴുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസി ഇനി പരിപാടി. പക്ഷേ ഇതിപ്പോൾ പഴുത്തിട്ടുമില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ ചക്ക കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അതിൽക്കൊന്നിപ്പോൾ ബീഫ് കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. ഇത് മൂന്നും ഇല്ലെങ്കിൽ പിന്നെ അതിലൊരു ഗുമ്മില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും 4 മണിയാകാനിരിക്കണം. അപ്പം എന്നാൽ ഞാൻ ചക്കപ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഏതായാലും ചക്ക അധികം കിട്ടിയിട്ടുമില്ല. കിട്ടിയ ചക്ക വെച്ചിട്ട് അതിൻ്റെ ചക്കപ്പൊരി ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പം എന്നാൽ പിന്നെ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ നൊടിയന്തിര പണിക്കൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. ഇതിപ്പോൾ പിന്നെ ഇതിങ്ങനെ വെറുതെ വെച്ച് കേടത്തി കളയണ്ടല്ലോ. അതിലൊന്നും പോകാൻ പറ്റൂല. അകത്തേക്ക് കയറ്. ഇവിടെ വാ, നമുക്കൊരു സാധനം ഉണ്ടാക്കണ്ടേ? എനിക്ക് ചക്ക പൊരിച്ചിരുന്ന് വേണോ? ചക്ക വേണോ? അമ്മ കയറ്, അകത്തേക്ക് കയറ്. അല്ലാ, ഗുഡ് ബോയ്. അങ്ങനെ സെനുമോനെ ഞാൻ ഒരു വിധത്തിൽ സോപ്പിട്ടിട്ട് അകത്തേക്ക് കയറ്റിക്കണം കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ രണ്ടാളും പാടെ ചക്ക റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ചക്ക ഞാൻ ചുള പറിച്ചെടുത്തിക്കണേ. ഇനിയിപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. വലിയ ചക്കച്ചുളയാണെങ്കിൽ കുറച്ച് കനൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ച മാതിരി ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ചുള അതിന് മാത്രമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാനല്ലേ. എന്തെങ്കിലും 4 മണിക്കല്ലെങ്കിലും എന്തെങ്കിലും ഒരു ചായക്കും കടിയൊക്കെ വേണമല്ലോ. അപ്പം എന്താ ഇന്നത്തെ ചായക്കടി ഇങ്ങനെയാണ് ആവും ചെയ്യും. അപ്പം ഞാനിതായാലേ ചക്കച്ചുളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചക്കക്കുരു കൊണ്ടൊക്കെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ സെനുമോന്. അങ്ങനെ നമ്മുടെ ചക്ക മുഴുവനായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിന് ഇത്ര ചക്ക കിട്ടിയിട്ടുണ്ടേനു. അപ്പം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനതിൻ്റെ ഇടയ്ക്ക് ചക്കയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ സെനിക്കുട്ടന് ആ ഒരു ചക്കൻ്റെ കുരുവുമ്മ കൂടിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിലത്തിരുന്നിട്ടാണ് പരിപാടി. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം ഓന് അങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ അത് വാങ്ങി വെച്ചാൽ ഓൻ്റെ പണി നടക്കില്ല, എൻ്റെ പണി നടക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ചക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിക്കണം കേട്ടോ. അങ്ങനെ ആദ്യത്തെ പൊരി അൺസക്സസ്ഫുള്ളായി. നമ്മുടെ മൂത്തത് കുറച്ചങ്ങോട്ട് കൂടിപ്പോയി കേട്ടോ. കുറച്ചൊരു കളറ് നല്ലപോലെ അങ്ങോട്ട് മാറി വന്നു. എത്രക്കോ ഒന്നും വേണ്ടിയില്ലേനു. ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് ഇടുമ്പോൾ നമുക്ക് ശരിയാക്കാം. അപ്പം ഞാൻ ചിലർ മസാല പറ്റിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുമല്ലോ. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ എണ്ണ കേട് വരും കേട്ടോ പെട്ടെന്ന്. അങ്ങനെ അപ്പം പിന്നെ ഞാൻ ഇതിലേക്ക് അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല.
പിന്നീട് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം മിക്സാക്കി എടുക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ ചെയ്താലും ടേസ്റ്റാണ്. ചിലർ നമ്മൾ കായൊക്കെ വറുത്തെടുക്കൂലേ, അതേപോലെ ലാസ്റ്റ് മഞ്ഞൾ ഉപ്പും വെള്ളം തെളിച്ചെടുത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും ലാസ്റ്റ് വിതറിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുട്ടി വന്നപ്പോൾ സിനിമോനെ കൊണ്ട് വാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ചക്കപ്പൊരി കഴിപ്പിക്കാണ് കേട്ടോ. ഓൻ പിന്നെ പുളിച്ചിത്തരത്തിന് ബെസ്റ്റാണ്. ഇപ്പച്ചി പറയുന്ന മാതിരിയൊക്കെ നിന്ന് കൊടുക്കും കേട്ടോ. ഓനെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. ഓൻ ചക്കപ്പൊരി ആദ്യമായിട്ടാണ് കഴിക്കണത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ തളിച്ചപ്പോൾ കട്ടൻ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ നമ്മളെ ചക്കപ്പൊരിയും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ഒരു ചായ കൂടി അങ്ങോട്ട് പാസ്സാക്കിട്ടോ. ഇന്ന് നമ്മളെ മുക്കുവന് മീൻ പിടുത്തമുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ അതാ അതിൻ്റെ പോകാനുള്ള ചൂണ്ടക്കുളത്തും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ. എന്നെ കല്യാണം കഴിഞ്ഞൊന്നും കൊണ്ടുവരുന്ന സമയത്ത് ഈ കുഞ്ഞുട്ടിക്ക് മീൻ പിടുത്തത്തിനോടൊന്നും വലിയ താല്പര്യമേ ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. അതൊക്കെ ഇളച്ചന് കേട്ടോ. ഓന് മിക്കവാറും ദിവസം മീൻ പിടിക്കാൻ പോവുക, അങ്ങനെ മീൻ കൊണ്ടുവരികയാണെങ്കിൽ ആ രാത്രിക്ക് തന്നെ നന്നാക്കിയിട്ട് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതേ കേട്ടോ. പക്ഷെ അന്നൊന്നും കുഞ്ഞുട്ടിക്ക് ഈ മീൻ പിടിക്കാൻ പോകുന്നതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ആ പറഞ്ഞ ഇളച്ചന് വലിയ ഓനങ്ങനെ എപ്പോഴൊന്നും പോകില്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ കുഞ്ഞുട്ടിക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഹരം കൂടിയിട്ടുള്ളത്. ഇടയ്ക്ക് ഇതേമാതിരി ലീവുള്ള ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ അധികം പോകുക. പണിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ പണി നേരെ വൈകിയാണ് വരുന്നത് വെച്ചെങ്കിലൊന്നും ഇങ്ങനത്തെ പണിക്കൊന്നും പോകില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് നമ്മളെ മുക്കുവന് മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും അകത്ത് കയറി. മക്കൾ ഇവിടെ ആ പന്തൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്തല്ല കേട്ടോ, ബലൂണാണേ. സെനുവിന് പന്തട്ടണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പന്തായാലും ബലൂണായാലും ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കുപ്പിൻ്റെ അടപ്പ് കിട്ടുകയാണെങ്കിലും അത് പന്ത് തട്ടും പോലെ ആൾ ബേക്കിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് തട്ടൊക്കെയാണ് കേട്ടോ. ഓന് അങ്ങനെ ഒരു പന്തട്ടണ ഒരു വൈബാണ് ഓൻ്റെത് ഫുള്ള്. എന്താ മിഠായിയോ അച്ചാറോ എരിയൂല? സിനിമോനെ തിന്നിട്ട് എന്നിട്ട് അതിനോട് കൊടുത്തള, അത് ആ കവർ കൊടുത്തള നീ മോളെ. കുഞ്ഞാപ്പുവോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തലകുത്തത കുട്ടിയെ ഓള് പീടിക്ക് മുട്ടായി വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഓൽക്ക് രണ്ടാക്കും കൊടുത്തത് അതിന്. അങ്ങനെ കുറച്ച് സമയമൊക്കെ മിഠായിയൊക്കെ തിന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും ബലൂണ് തട്ടാൻ ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ ആ ബലൂണ് പൊട്ടണ വരെ ഉണ്ടാവും ആ ഒരു പന്ത് തട്ടൽ. അപ്പം ഞാൻ എൻ്റെ പണികൾ ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിടണം. അപ്പോൾ രാവിലെ ആണല്ലോ ഈ വക പണികളൊക്കെ എടുക്കുക. ഇതിപ്പോൾ തല തിരിഞ്ഞുകൊണ്ടായത് എന്താണെന്ന് വെച്ചാൽ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബെഡ്ഷീറ്റിൽ സെനുമോന് ഒന്ന് ഛർദ്ദിച്ചിട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയിട്ടൊന്ന് കഴുകി ഇട്ടതേന്. അപ്പോൾ അലക്കി ഇന്ന് തന്നെ ഉണങ്ങിയും കിട്ടിയിട്ടുണ്ടായിന്. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒരു വെയിലുണ്ടായിന്. അപ്പോൾ പിന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിന്. അപ്പം എന്നാൽ ആ ബെഡ്ഷീറ്റ് തന്നെ അങ്ങോട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റപ്പാക്കി വെച്ചു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്തി തരേ. ഇതുപോലത്തെ ഉണ്ടല്ലോ മുസായിഫും അതേപോലെ മുസല്ലയും
സലാത്ത് മാലയ്ക്കുള്ള സെറ്റുകളില്ലേ, ഇതേപോലെ പെർഫ്യൂമും ഒക്കെ ആഡ് ചെയ്തിട്ട് ഹാമ്പറായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വൈഫിനോ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ആളുടെ നമ്പർ ഞാൻ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ആ ഒരു ഇഷ്ടപ്പെട്ട രീതിയിൽ ആൾ കസ്റ്റമൈസ് ചെയ്ത് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് കേക്ക് അങ്ങനെയൊക്കെയല്ലേ വാങ്ങിക്കൊടുക്കുക. അതിന് പകരം ഇതുപോലത്തെ നല്ല എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ അപ്പോൾ ആ മുസായിഫ് ഊതുന്ന കാലം, ആ ഒരു മുസലയിൽ നിസ്കരിക്കുന്ന കാലം നിങ്ങൾക്കും അതിൻ്റെ ഒരു കൂലി പഠിച്ചുകൊണ്ട് തരുമല്ലോ. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ കേട്ടോ. എന്നിട്ട് ആൾക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതിയിലാണ് വേണ്ടത് കളറും ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കണ്ട് പറഞ്ഞു കൊടുത്താൽ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. അപ്പം നമ്മളെ നോക്കുമ്പോൾ മീൻ പിടിച്ചാൻ പോയി എന്ന് പറഞ്ഞിട്ടില്ലേ ഇനിയോ, ഇതാക്കണ മീൻ പിടിച്ച് വേണം വന്നിക്കണം കേട്ടോ. 2 എണ്ണ കിട്ടിയിട്ടുള്ളൂ ഇന്ന്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ചില ദിവസങ്ങൾ തീരെ കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാവും കേട്ടോ. പക്ഷേ തീരെ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മൂപ്പർക്ക് അതിനോടുള്ള ഹരമൊന്നും കുറയില്ല കേട്ടോ. ആൾ വീണ്ടും മീൻ പിടിക്കാൻ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. വ്ളോഗ് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.